ഇസ്രയേലിൻ്റെ യുദ്ധതന്ത്രങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം അപ്പം മൊസാദ് ഈ പറയുന്ന വയർലെസ് അതുപോലെ തന്നെ പേജർ ആക്രമണമൊക്കെ നടത്തിയ രീതിയിലാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ യുദ്ധതന്ത്രങ്ങളിൽ ഇനിയും പ്രത്യേകതകളൊക്കെ ഉണ്ടാവില്ലേ? അത് എല്ലാം ഒരു പറയില്ലല്ലോ. ഇപ്പോൾ ഈയിടെ പുറത്ത് വന്നിരിക്കുന്ന ചില വിവരങ്ങൾ അപ്പോൾ നമ്മൾ അന്ന് ആലോചിച്ച് നോക്കൂ. പേജർ അല്ലെങ്കിൽ വാക്കി ടോക്കി ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സ്വകാര്യ സേനകൾ പോലും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഒരു ഈവൻ്റ് നടന്നാൽ പോലും, ഒരു നല്ല കല്യാണം വിപുലമായി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഇത്തിരി കാശുള്ളവൻ്റെ കല്യാണം വന്നാൽ പോലും വാക്കി ടോക്കി വയർലെസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് ടെക്നോളജി മാറി, ഇതെല്ലാം ആളുകൾക്ക് ആക്സസബിളായി. പക്ഷേ അത്തരം കാര്യങ്ങൾ ഒരു മാസ് ഡിസ്ട്രക്ഷന് വേണ്ടി, കൂട്ട നശീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് തെളിയിച്ചത് ഇസ്രയേലാണ്. ഇസ്രയേൽ തന്നെയാണ് അവരുടെ ശത്രുക്കൾക്ക് വാക്കി ടോക്കി ഉണ്ടാക്കി കൊടുത്തതെന്ന് ഇപ്പോൾ പുറത്തു വന്നു. ഇസ്രയേലിൻ്റെ ചാനൽമാർ, മൊസാദ് തന്നെ ചാനൽ 12 നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞങ്ങൾ കമ്പനികൾ ഫ്ലോട്ട് ചെയ്തു, ആ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ട് ഹിസ്ബുള്ളയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആകർഷകമായ പരസ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണാലും കേടാവത്തില്ല. പിന്നെന്താണ്, ഒന്ന് ചാർജ് ചെയ്താൽ 10 ദിവസം 15 ദിവസം വരെയൊക്കെ ചാർജ് നിൽക്കുന്ന ബാറ്ററി സംവിധാനമുള്ളതാണ്, വളരെ കോമ്പാക്റ്റാണ്, ഒരു തീപ്പട്ടിക്കൂടിൻ്റെ വലിപ്പമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അട്രാക്റ്റീവായിട്ട് പരസ്യം കൊടുത്തു. അത് ഞങ്ങൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തു. ഇവർ വന്ന് ഇതിനകത്ത് കൊത്തുമ്പോൾ വേറെ വല്ല ആളുകൾ വന്ന് മേടിക്കാനും പാടില്ല. അതിനെന്ത് ചെയ്തു, ഞങ്ങൾ വലിയ വില കൂട്ടി വെക്കുകയും ചെയ്തു. അപ്പം ആകെയുള്ള ഒരു കസ്റ്റമറെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇസ്രയേലിൻ്റെ ബുദ്ധിയുടെ ഭാഗമായി, ഈ ആസൂത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇറാൻ്റെ ഒരുപാട് ആണവ പദ്ധതികൾ പോലും തകരാറിലായിട്ടുണ്ട് എന്ന് മൊസാദിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം. കാരണം ഇറാൻ ഉണ്ടാക്കിയിട്ടുള്ള ആണവ സംവിധാനങ്ങൾക്ക്, ആണവ റിയാക്ടറുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങും. ഇത് പലതും ഇസ്രായേൽ ഫ്ലോട്ട് ചെയ്ത ഷെൽ കമ്പനികൾ സപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇത് പ്രവർത്തിക്കുമ്പോൾ വളരെ മോശം ഇൻഫീരിയർ ക്വാളിറ്റി അല്ലെങ്കിൽ തെറ്റായ സോഫ്റ്റ്വെയർ അടങ്ങുന്ന കാര്യങ്ങൾ കൊടുത്ത് ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെ ഇസ്രയേൽ വല്ലാതെ കേടുവരുത്തിയിട്ടുണ്ട്, ഒരുപാട് ഡിലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്കാലത്തും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇസ്രയേൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ പേജർ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തുറന്നു പറയുകയാണ്, കാരണം ഇനി ലോകത്തൊരിടത്തും പേജർ ആക്രമണം നടക്കില്ല, അത് ഒരൊറ്റ തവണ മാത്രമേ നടക്കുള്ളൂ, അത് സക്സസ് ആയിട്ട് അത് കഴിഞ്ഞു. ഇനിയിപ്പം ഏത് പേജർ കിട്ടിയാലും ആളുകൾ സംശയത്തോടെ നോക്കും. പ്രത്യേകിച്ച് സൈന്യത്തിനൊക്കെ വാങ്ങുമ്പോൾ ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ, ഇനി നമ്മൾ ഇന്ത്യ പോലും അല്ലെങ്കിൽ അമേരിക്കയാണെങ്കിൽ പോലും ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ചാൽ അതിനെ കൃത്യമായ പരിശോധന നടത്തിയിട്ടേ ലോകത്താരും ചെയ്യുള്ളൂ. കാരണം ഇതൊരു പുതിയ വാർഫെയർ ആണ്, പുതിയ യുദ്ധതന്ത്രമാണെന്ന് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തു പോയി. അതുകൊണ്ട് ആളുകൾ കോഷ്യസ് ആയിരിക്കും. ഇപ്പോൾ ഇതുകൂടാതെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അച്ഛൻ ഇപ്പോൾ എവിടെയാ എന്ന് ഫോൺ വിളിച്ച് പിതാക്കന്മാരോട് ചോദിക്കാത്ത മക്കളുണ്ടാവില്ല. സിനിമയെ വിളിക്കാറില്ലേ, അച്ഛൻ എവിടാ, അച്ഛൻ ഇപ്പോൾ വരുന്നുണ്ടോ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവല, എൻ്റെ പ്രോഗ്രാം ഇന്നാണ് എന്ന് വിളിച്ച് ഫോൺ വരുന്നത് ഞാൻ ഇവിടുന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. മക്കൾ അച്ഛന്മാരെ വിളിക്കുന്നു, അച്ഛൻ എവിടെയാ, വേർ ഈസ് ഡാഡി, പ്ലീസ് കം ടു ഹോം. ഇത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഈ നമ്മൾ ഈ പോരാടാൻ നടക്കുന്ന ആളെ കൊല്ലാൻ നടക്കുന്ന ഇസ്രയേലിനെ ബദ്ധ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഹമാസിൻ്റെ തീവ്രവാദികൾക്കും മക്കളുണ്ട്. അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ഇപ്പോഴാണല്ലോ വാക്കി ടോക്കി പേജർ ദുരന്തമൊക്കെ വന്നത്. അതിനു മുമ്പ് ഈ ഫോണുണ്ട്. പിന്നെ ഈ ഹമാസിൻ്റെ ഭീകരർ മാത്രമല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പുറത്തുണ്ട്. ഭീകരന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കണം. ഇതിനൊക്കെ ലോക്കൽ ആളുകൾ ഗസയിൽ സഹായിക്കുന്നുണ്ട്, സാധാരണ മനുഷ്യർ. പക്ഷെ അവർ ഹമാസിൻ്റെ ആരാധകരാണ്, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകൾ. അപ്പം പലപ്പോഴും ഈ തീവ്രവാദികളെക്കാളും അപകടകാരികൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സിവിലിയൻസാണ്. കാരണം ഈ സിവിലിയൻസാണ് ഇന്നടത്ത് ഇസ്രയേലിൻ്റെ പഠനമുണ്ട്, ഇന്നടത്തൊരു ഇസ്രയേലിയുണ്ട്, അവനെ പിടിച്ചുകൊണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഹമാസ് ഭീകരർക്ക് കൊടുക്കുന്നത് ഇവരുടെ ഈ ലോക്കൽ സിവിലിയൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഇസ്രയേലിൽ അറിയാം. അപ്പോൾ ഇവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഹമാസ് തീവ്രവാദികളെ കൊല്ലേണ്ടുന്നതിൻ്റെ ആദ്യപടിയാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് സപ്ലൈ ചെയിൻ. ഈ സപ്ലൈ ചെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടത്തില്ല, ഒളിയിടങ്ങൾ കിട്ടത്തില്ല, ഭക്ഷണം കിട്ടത്തില്ല. ഹമാസ് ഭീകരർക്ക് ആരാ ഭക്ഷണം കൊടുക്കുന്നത്? ഗസയിലെ പ്രാദേശികവാസികളാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ലോക്കലായിട്ടുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്യണം. അതിനെന്താ മാർഗം? അവരെ പലപ്പോഴും ഇത്തരം വിചാരന്മാരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പലപ്പോഴും ഇസ്രയേലി സേനയുടെയൊക്കെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കും. പക്ഷേ അതിൻ്റെ ലിസ്റ്റ് മുഴുവൻ ആരുണ്ടാക്കിയിട്ടുണ്ട്? ഇസ്രയേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇസ്രയേലിനെതിരെ
ഹമാസിന് വിവരങ്ങൾ കൊടുക്കുന്നു. അയാൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ അയാൾക്കൊരു ഫോൺ വരുന്നു. ഫോൺ റിങ് ചെയ്യുമ്പോൾ ഡാഡി എവിടെയാണ്, ഡാഡി ഒന്ന് വീട്ടിലേക്ക് വരൂ, അത്യാവശ്യമാണ് എന്നൊരു കോൾ വരുന്നു. ഉടനെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് നിലവിളിക്കുന്നു, ഡാഡി എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യണം, വേഗം ഒന്ന് വീട്ടിലേക്ക് വരൂ എന്ന് പറയുന്നു. ഇത് കേട്ട് ഇയാൾ വീട്ടിലേക്ക് എത്തുന്നു. നേരെ വീടിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ വെടിയേറ്റ് മരിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ആളുകളെ വേർ ഈസ് ഡാഡി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇസ്രയേൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ചില ആളുകളുടെ ഫോണിലേക്ക് ഈ സോഫ്റ്റ്വെയർ അവരുടെ മക്കളുടെ സ്വരത്തിൽ അവരുടെ മക്കൾ വിളിക്കുന്നതായ, ചിലപ്പോൾ ഞാൻ പറയും ഡാഡി ആരാണ്, ഡാഡി ഇത് ബബിതയാണ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെല്ലും. അപ്പോൾ ഉടനെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ ഓടി വീട്ടിലോട്ട് വരുമ്പോൾ കാത്തിരിക്കുന്നത് എവിടെ നിന്നോ പാഞ്ഞു വരുന്ന വെടികുണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ, ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ ഡാറ്റ മുഴുവൻ ഒരു സോഫ്റ്റ്വെയറിലാക്കി കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ID കാർഡ്, അവരുടെ ഏജ്, അവരുടെ അഡ്രസ്സ്, അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു. പിന്നെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ചെയ്യണം. ഇയാൾ ഇന്ന ആളിന് എക്സ് എന്ന് പറയുന്ന ഒരാളെ ഉടനെ വിളിക്കണം. എന്നിട്ട് എക്സ് ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ഇയാൾക്ക് കോൾ കൊടുക്കാൻ തീരുമാനിക്കും, കൊടുക്കേണ്ട മെസ്സേജ് തീരുമാനിക്കും. എന്നിട്ട് ഈ ഒരു മെസ്സേജ് ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് വരാം മോളെ എന്ന് എക്സ് പറയുന്നു. അപ്പോൾ കൺഫേംഡായി. ഞാൻ ഡാഡി എവിടെ നിൽക്കുന്നത്, ഞാൻ വൈറ്റിലെ ജംഗ്ഷനിലാണ്. ഡാഡി അപ്പോൾ വീട്ടിലോട്ട് വരുമോ, വീട് വരാം ഡാഡി ഇപ്പം തന്നെ വരാം. വീട് എവിടെയാണ്, കല്ലൂരാണ്. വൈറ്റിൽ നിന്ന് കല്ലൂരിലേക്ക് ട്രാവൽ ചെയ്യാൻ 20 മിനിറ്റ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം പറയുന്നു ഇപ്പോൾ 11:10, 11:30 ആകുമ്പോൾ എക്സ് കല്ലൂർ വീട്ടിലെത്തും. ഈ ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടർ അപ്പം തന്നെ ആർക്ക് കൊടുക്കുകയാണ്, IDFന് കൊടുക്കുകയാണ്. ഈ പണിയെടുക്കുന്ന മുഴുവൻ സിസ്റ്റമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇത് മുഴുവൻ പണിയെടുത്തിട്ട് ഈ ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കുന്നു, IDFന് കൊടുക്കുന്നു. 11:30 എക്സ് കല്ലൂർ വീട്ടിലേക്ക് വരുന്നു. ദൂരെ എവിടെയെങ്കിലും ഒരു സ്നൈപ്പർ ഒരാൾ കാത്തിരിക്കുന്നു. ഇയാൾ വന്ന് ഡോർബെല്ലിൻ്റെ അവിടെ എത്തുന്നു, ബെല്ലടിക്കുന്നു. ബെല്ല് മുഴങ്ങും മുമ്പ് വെടിയുണ്ട വന്ന് തലയിൽ കയറുന്നു. നോക്കൂ, ഈ ഗാദറിങ്, ഇൻഫർമേഷൻ ഗാദറിങ് അല്ലെങ്കിൽ രഹസ്യ വിവരണ ശേഖരിക്കൽ എന്ന് പറയുന്ന പണി ആര് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ചെയ്യുന്നു, AI ചെയ്തു. അതാണ് വേർ ഈസ് ഡാഡി, ഡാഡി വീട്ടിലേക്ക് വരൂ എന്ന് പറയുന്ന, വിളിച്ച് ആളുകളെ കൊലപ്പെടുത്തുന്ന, ഭീകരന്മാരെ അവരെ സഹായിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇസ്രയേൽ നടപ്പാക്കിയിരുന്നു. AI എനേബിൾഡ് ആണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു വാർത്ത. AI സാങ്കേതികത എത്ര സമർത്ഥമായിട്ടാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത്. മറ്റൊന്നുണ്ട് അവർ പറയുമ്പോൾ മനസ്സിലായി. ലാവൻഡർ AI ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ലാവൻഡർ ഒരു പുഷ്പമാണ്. ലാവൻഡർ ഒരു ചിലപ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെടും, ഒരു മടുപ്പിക്കുന്ന ഒരു വയലറ്റ് കളറാണെന്ന് തോന്നുന്നു. ആ ലാവൻഡർ പുഷ്പം, അതിൻ്റെ മലയാള പേര് എനിക്കറിയില്ല. ലാവൻഡർ പുഷ്പത്തിൻ്റെ ആ ഗന്ധം ഇഷ്ടമുള്ളവരുമുണ്ട്. അപ്പം ലാവൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുഷ്പമാണ്, അതിന് ഗന്ധമുണ്ട്. അത് ആരെ ആകർഷിക്കും, പൂമ്പാറ്റകളെ, ബട്ടർഫ്ലൈകളെ ആകർഷിക്കും. അപ്പം മറ്റുള്ളതിനെ ക്ഷണിച്ചു വരുത്താൻ കഴിയുന്ന ഒരു സാധനമാണ് ലാവൻഡർ. അതുകൊണ്ട് തീവ്രവാദികളെയും അവരെ സഹായിക്കുന്ന ആളുകളെയും തന്നിലേക്ക് സുഗന്ധം എന്ന് പറഞ്ഞാൽ മക്കളുടെ സ്വരമാണ്, മക്കളുടെ വിളിയാണ്. അത് സുഗന്ധം പോലെ കൊടുത്ത് ഇങ്ങോട്ട് ഇരകളെ ആകർഷിച്ച് വരുത്തുന്നതായതുകൊണ്ട് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിനിട്ടിരിക്കുന്ന പേര് ലാവൻഡർ എന്നാണ്. കാവ്യാത്മകമായ പേരാണല്ലോ. ഇനി മറ്റൊന്ന് കേൾക്കുന്നത്, ഇങ്ങനെ ഇതിനെ അടിസ്ഥാനമാക്കി ആളെ കൊല്ലും. ഈ കൊല്ലുന്ന 2 സ്കീമിന്, ലാവൻഡറിന് 2 ബ്രാഞ്ചുകളുണ്ട്. ഒന്നിൻ്റെ പേര് ഗോസ്പൽ, സുവിശേഷം. രണ്ടാമത്തെ പേര് പവർ ടാർഗറ്റ്സ്. ഈ പവർ ടാർഗറ്റ്സും ഗോസ്പലും ഉപയോഗിച്ചാണ് ഈ ശത്രുക്കളെ ലാവൻഡർ ടൂള് ആളുകളെ കണ്ടെത്തും, അവരെ ട്രാപ്പ് ചെയ്യും, അവരെ കൊല്ലപ്പെടേണ്ടുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തും. അവരെവിടെ വെച്ച് കൊല്ലപ്പെടണമെന്ന് ആര് തീരുമാനിക്കുന്നു? ഇസ്രായേൽ മൊസാദ് അല്ല തീരുമാനിക്കുന്ന, ഇസ്രായേൽ സൈന്യമല്ല തീരുമാനിക്കുന്നത്, സിസ്റ്റം തീരുമാനിക്കും. AI തീരുമാനിക്കും ആ എക്സിനെ ഇന്ന് 11:30 കല്ലൂർ വെച്ച് തീർക്കണം. എന്നിട്ട് ആ ഇൻഫർമേഷനാണ് സൈന്യത്തിന് കൊടുക്കുന്നത്. അവർ പോയി വെടിവെച്ചാൽ മാത്രം മതി, അവർ പോയി 11:30 അവിടെ വരും. ഇത് വ്യാപകമായി ലാവൻഡർ AI ടൂൾ ഉപയോഗിച്ചുള്ള ശത്രുക്കളുടെ ഉന്മൂലനം നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ അതിന് വേർ ഈസ് ഡാഡി എന്നാണ് ഈ സ്കീമിൻ്റെ, ഈ പദ്ധതിയുടെ പേര്. ഇനി മറ്റൊന്ന് പറയുന്നത്, ഈ നമ്മൾ മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ കാണിച്ചു. അതായത് അവർ ചെറിയ ഒരു തീപ്പെട്ടിയുടെ വലിപ്പമുള്ള ഡ്രോണുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ആ ഡ്രോണുകളിലേക്ക് ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ കൊടുക്കുന്നു. എക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ ഫോട്ടോ, അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ പല ആംഗിളിലുള്ള 3D ഇമേജുകൾ ഈ ഡ്രോൺ കൊടുക്കുകയാണ്. അയാൾ വൈറ്റിലിൽ നടക്കുന്ന 100 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രോണിനെ വിടുകയാണ്. ഡ്രോൺ പറന്ന് ചെന്നിട്ട് ആ പർട്ടിക്കുലർ ആളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അയാളുടെ തൊട്ടടുത്ത് വന്നിട്ട് ഒറ്റ വെടി
ഒന്നും മനസ്സിലാവും. ഒന്നും മനസ്സിലാവും. അതിന് മുമ്പ് അത് തീർന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പൊരിക്കൽ നമ്മുടെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡെമോയുടെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വലിയ തോതിൽ സ്വന്തം പക്ഷത്തുള്ള കാഷ്വാലിറ്റി കുറച്ചു. അപ്പോൾ ഇന്നലെയും ഒരു 3-4 ഇസ്രയേലി ഭടന്മാർ കൊല്ലപ്പെട്ടു, സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇസ്രയേലിലും കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ 40,800 കഴിഞ്ഞു, അല്ല 48,800 കഴിഞ്ഞു ഗാസയിലെ മരണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രയേലിന് കഷ്ടിച്ചൊരു 100-ൽ താഴെ ആളുകളാണ് ഇസ്രയേൽ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടത്. കാരണം ടെക്നോളജി അതേപോലെ ഉപയോഗിച്ചിട്ടാണ് ഇസ്രയേൽ പോരാടുന്നത്. ഇപ്പോൾ പറയുന്നൊരു കണക്കെന്ന് പറയുന്നത് ഇതുവരെ ഈ നമ്മുടെ ഗസയുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 36,089 കിലോമീറ്ററാണ് ഗസയുടെ വിസ്തീർണം. അവിടെ ഇതുവരെ വർഷിക്കപ്പെട്ടത് 75,000 ടൺ ബോംബുകൾ വർഷിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഡിഫൻസ് വിദഗ്ധർ പറയുന്നത് 2 ബോംബുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട പോലെയുള്ള 2 അണുബോംബുകൾ ഇട്ടാൽ എത്ര വലിയ ആഘാതമുണ്ടാകുമോ അതുപോലെയുള്ള സ്ഫോടനങ്ങളാണ് ഗസയിൽ കഴിഞ്ഞ ഒരു വർഷവും ഇപ്പോൾ 4-5 മാസമായല്ലോ, 1.5 വർഷം അടുക്കാറാവുന്നു. ഇതിനിടയിൽ നടന്ന സ്ഫോടനങ്ങൾ 2 ആറ്റം ബോംബുകളുടെ അണുവിസ്ഫോടനങ്ങൾക്ക് തുല്യമായ സ്ഫോടനം ഗസയിൽ നടന്നു കഴിഞ്ഞു എന്നാണ് മറ്റൊരു കണക്ക്. അപ്പോൾ യുദ്ധം ഏതാണ്ടൊക്കെ ശമിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ജനുവരി 20 മുമ്പ് ചിലപ്പോൾ ഒരു വെടിനിർത്തൽ വന്നാലുമായി. ഏതായാലും യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് യുദ്ധം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സംസാരിക്കുന്നിടത്തും പലയിടത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും യുദ്ധം നടക്കുന്നുണ്ട്. പക്ഷേ യുദ്ധങ്ങൾക്ക് പുതിയ പാഠങ്ങളും പാഠഭേദങ്ങളും നൽകിക്കൊണ്ട് പുതിയ അധ്യായങ്ങൾ എഴുതുകയാണ് ഇസ്രയേൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി ഒരുപാട് കാര്യങ്ങളിൽ യുദ്ധം തീർന്ന് വെടിനിർത്തലിന് ശേഷം അവർ ഡീക്ലാസിഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അറിയാൻ പോകുന്നുള്ളൂ. ഏതാണ്ട് ലാവൻഡർ എന്ന് പറയുന്ന AI ടൂൾ ഇസ്രയേൽ ഭടന്മാർക്ക് വേണ്ടി പൊരുതുന്നു. അതിൻ്റെ ഒരു സ്കീമിൻ്റെ പേര് വേർ ഈസ് ഡാഡി എന്നുള്ള ഒരു പുതിയ വിവരം നമുക്ക് ലഭിച്ചതാണ് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.